ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ആ ന്യൂസ് എല്ലാവരും അറിയാട്ടോ ചെയ്യുന്നത്. അതിലൂടെ തന്നെ നമ്മുടെ ആൻറ്റിയമ്മയാണെങ്കിലോ കൃഷിനോട് നന്നായിട്ട് വഴക്കടിക്കുന്നുണ്ട് കേട്ടോ. ഇവള് കാരണമാണ് ഇന്ന് ഈ നാണക്കേടുണ്ടായിട്ടുണ്ടായിരുന്നത് ഈ കുടുംബത്തിന്. ഇനി ഇതിൽ കൂടുതൽ ചീത്തപ്പേര് എന്ത് കിട്ടാനാ? ഈ ഒരുമ്പെട്ടവൾ കാരണം ഇന്നത്തെ ഈ ആഘോഷങ്ങളെല്ലാം മുടങ്ങിപ്പോയി. നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ഈ ഇലയിലെ സദ്യ അങ്ങ് മാറ്റി വെച്ചിട്ട് ഇവളെ അങ്ങ് പറഞ്ഞയക്കി എന്നൊക്കെ പറയുമ്പോഴത്തേനും കൃഷ്ണ ദേഷ്യം വരുന്നുണ്ട്. ആൻ്റിയമ്മേ, സത്യം അറിയാതെ വെറുതെ ഇങ്ങനെ നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഇതിൽ കൂടുതൽ എന്താ അറിയാനാണ് കൃഷേ ഞാൻ. ഇതിൽ കൂടുതൽ എല്ലാവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. പിന്നെയും നീ ഇവളെ ന്യായീകരിക്കാൻ നിൽക്കണ്ട. ഇവൾ കുറ്റം ചെയ്തവളാണ്. ഇവളെ പുറത്താക്കിയേ പറ്റൂ. ആട്ടി ഇറക്കണം എന്ന് പറയുന്നു കേട്ടോ. അതിന് ശേഷം തന്നെ ജയമോഹനും ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇത് കൃപയോട് പറയുന്നുണ്ട്, കൃപ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതിന് വേണ്ടിയിട്ടാണോ നീ ഇത്ര ഉത്സാഹം കാണിച്ചത്? പിന്നീട് കൺമണിയുടെ അടുത്തേക്ക് മാനസയും വരുന്നുണ്ട്. ഇവൾ കാരണം എല്ലാം നശിച്ചു. ഇവൾ അങ്ങ് ആട്ടിപ്പുറത്താക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൺമണി വിഷമത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോവുകയാട്ടോ ചെയ്യുന്നത്. ജയമോഹനും അതുപോലെ സാഗറിനും എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ സാഗറിന് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം കുറ്റം കൃഷിൻ്റെ തലയിൽ തന്നെയാണ് ഇപ്പോഴും. അതിനുശേഷം തന്നെ വീട്ടിൽ, അതായത് കൺമണിയുടെ വീട്ടിൽ ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാട്ടോ ചെയ്യുന്നത് അമ്മായിമാരും അച്ഛനും ഗോകുലും ധനലക്ഷ്മി എല്ലാവരും കൂടി. പിന്നെ അടുത്ത വർഷത്തെ ഓണം അത് ഇംഗ്ലണ്ടിൽ വെച്ച് തന്നെ നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത്. അപ്പോഴത്തേനും ഭാമചേച്ചി പറയുന്നുണ്ട്, ഞാൻ ഇംഗ്ലണ്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ടിക്കറ്റ് എടുത്ത് ഓണത്തിന് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ അവിടെ തന്നെ. അല്ല, അത് മാത്രമാണോ? ധനലക്ഷ്മി ഇങ്ങനെയാണ് പറയുന്നത്, ഞാനും എന്തായാലും വരുമല്ലോ. പിന്നെ മനോജ് ചേട്ടനെ ഗോകുലിനെ എല്ലാവരെയും കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അവസാനം ഞാനും കൺമണി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും നല്ലൊരു ഓണം നമുക്കിനി കിട്ടാനില്ല എന്ന് പറയുന്നു. അപ്പോഴത്തേനും അമ്മായിമാർ പറയുന്നുണ്ട്, അച്ഛനും മകളും മാത്രമല്ലല്ലോ, മരുമകനായിട്ട് കൃഷി ഉണ്ടാവില്ലേ എന്ന് പറയുമ്പോഴത്തേനും ഫോണിലേക്ക്, അതായത് ധനലക്ഷ്മിയുടെ ഫോണിലേക്ക് ആ ഒരു മെയിൽ വരികയാട്ടോ ചെയ്യുന്നത്. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ഞെട്ടിക്കുന്ന ന്യൂസായിട്ട് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും വിളിച്ച് കേൾപ്പിക്കുന്നുമുണ്ട്. അപ്പോഴത്തേനും അച്ഛൻ പറയുന്നുണ്ട്, ഇത് പച്ചക്കള്ളമാണ്. എൻ്റെ മോളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചതി ചെയ്തതാണ്. എൻ്റെ മോൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് ധനലക്ഷ്മിക്ക്. അപ്പോൾ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. കണ്ടോ മകളുടെ ലീലാവിലാസം, കണ്ടോ എന്തായി? നാണം കെട്ടുപോയില്ലേ നമ്മുടെ കുടുംബവും ആ കൃഷിൻ്റെ കുടുംബവും എല്ലാം കൊണ്ടും നാണം കെട്ടു. ഇനി അവൾ പോവല്ലേ പാരീസിലേക്കോ എവിടേക്കോ. ഇനി കൃഷ്ണേക്കാളും നല്ലൊരാളെ കിട്ടിയാൽ അവൾ അവനെയും വല വീശി പിടിക്കും. പിന്നെ എന്ത് ചെയ്യാനാ? നമുക്ക് എന്തായാലും തിരുവോണമായിട്ട് ഈ ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല. എന്നാലും കൂടെ ആത്മഹത്യ ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നാണക്കേട് ഒഴിവാക്കാം. അല്ലെങ്കിൽ ബാബമായി നമുക്ക് വേഗം ഇംഗ്ലണ്ടിലേക്ക് പോവാം. ഇതൊന്നും കണ്ടും കേട്ടും നമുക്ക് നിൽക്കണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഗോകുലെ, ഒരു കാര്യം മനസ്സിലാക്കിയോ? അപ്പേ അപ്പേ എന്ന് പറഞ്ഞ് അവളുടെ പുറകെ നടക്കണ്ട. നിൻ്റെ ജീവിതം പോലും അവൾ തൊലച്ചേക്കാം എന്ന് പറയാട്ടോ. അപ്പോഴത്തേനും അമ്മയൊന്ന് നിർത്തിക്ക്. ഞാൻ നിർത്തിയിട്ട് എന്താ കാര്യടാ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അച്ഛന് നല്ല സങ്കടമാവുന്നു. പിന്നീട് വരുണാണെങ്കിലോ മീഡിയക്കാരുമായിട്ട് കൺമണിയുടെ വീട്ടിലേക്ക് പോകാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ന്യൂസ് എടുത്തേക്കണം എന്ന് പറയുന്നു. അങ്ങനെ വീട്ടുകാരെ, കൺമണിയുടെ അച്ഛ, അതുപോലെ തന്നെ അമ്മായിമാരെ, ഏട്ടത്തി, അങ്ങനെ എല്ലാവരും വിളിച്ചു പോകുന്നുണ്ട്. കൺമണി നീ ഇറങ്ങി വായി. അങ്ങനെ ധനലക്ഷ്മി പുറത്തിറങ്ങുമ്പോൾ മീഡിയക്കാരും വരുണിനെയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ അച്ഛനൊക്കെ ഇറങ്ങി വരുന്നു. പിന്നെ ഒരു കാര്യം, വരുൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവൻ ഞങ്ങളെ ചതിക്കുകയാണെന്ന് പറയുമ്പോൾ, കണ്ടോ ഇവരെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അവരെ ചതിക്കുകയാണെന്ന് മാത്രമേ ഇവർ പറയുള്ളൂ. ഇവർ അത്രയ്ക്കും ദുഷ്ടന്മാരാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ 101 പവനും 10 ലക്ഷം രൂപയും വാങ്ങി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഞങ്ങൾ അത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണല്ലേ? പക്ഷെ വരുണാണെങ്കിലോ എല്ലാവരോടും പറയുന്നത് ഇങ്ങനെയാണ്, പ്രധാനപ്പെട്ട ക്ലിപ്പിങ്സ് മാത്രം എടുത്താൽ മതി, ബാക്കി കട്ട് ചെയ്ത് കളയണം. ഇപ്പോൾ തന്നു എന്ന് മാത്രം കൊടുത്താൽ മതി, തിരിച്ചു തന്നു എന്ന് പറയണ്ട. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കേട്ടോ. ആ സമയത്ത് കൺമണി അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ. കൃഷും അതുപോലെ കൃപയും ഒക്കെ ഉണ്ട് കേട്ടോ. അതിന് ശേഷം തന്നെ കൺമണിയുടെ വട്ടളയുക കേട്ടോ. മീഡിയക്കാരൊക്കെ ഇതാണ് കൺമണി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ന്യൂസിൽ ഓരോ റിപ്പോർട്ടേഴ്സും ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവളെ വലവീശി പിടിച്ചിരിക്കുകയാണല്ലേ എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണനും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറയുന്നു. പിന്നെ വരുണുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം, അല്ലെങ്കിൽ നിങ്ങൾ പൈസയും സ്വർണ്ണമൊക്കെ വാങ്ങിയത് നിങ്ങൾ ഇവനെ ചതിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അത് എന്നോട് ചോദിക്കാം.
ഇവരെ വിട്ടേക്കെന്ന് പറയുന്നു. അങ്ങനെ കൺമണിയുടെ നേരേക്ക് എല്ലാവരും ചോദ്യങ്ങൾ ഉയർത്തുന്നു കേട്ടോ. അപ്പോഴത്തേനും ഇയാൾ എന്നെ ചതിക്കുമായിരുന്നു, എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു 10 ലക്ഷം, അതുപോലെ തന്നെ 101 പവനും, അത് ഇയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, ഇല്ലയെന്ന് ഇയാൾ പറയട്ടെ. ഇയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഓരോന്ന് ചെയ്തിക്കുക. പിന്നെ വിവാഹം നിശ്ചയം കഴിഞ്ഞത്, അതിന് ഇയാൾ ആ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് എന്തെങ്കിലും മമത പുലർത്തിയിട്ടുണ്ടോ? ഇയാൾ ദുഷ്ടചിന്തയോടുകൂടി നടക്കുക തന്നെയായിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്തിനാണ് വിവാഹ നിശ്ചയം? അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും കൃഷിനും ദേഷ്യം വരുന്നുണ്ട്. ഇവൻ ചതിക്കുമായിരുന്നു എൻ്റെ കൺമണി എന്ന് പറയുന്നു. അപ്പോഴത്തേനും വരുൺ പറയുന്നുണ്ട്, കാമുകി പറഞ്ഞപ്പോൾ കാമുകനെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേനും കൃഷി വരുണിൻ്റെ അടുത്ത് അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് അനിരുദ്ധൻ വരുന്നത് കേട്ടോ. അപ്പോഴത്തേനും വരുൺ പോയിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചോണം, മീഡിയ സംഘം എല്ലാവരും ഉണ്ട്, നോക്കി കണ്ട് സംസാരിച്ചാൽ മതിയെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ അനിരുദ്ധാണ്, ഇവളെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്, മൊത്തത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടതാണ്, ഇപ്പോൾ കൺമണിയെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ, ചോദ്യം ചെയ്യാൻ ഞങ്ങളെ അവളെ കൊണ്ടുപോയാൽ പറ്റുള്ളൂ എന്ന് പറയുന്നു. എൻ്റെ മോളൊന്നും തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴത്തേനും, സർ ഇത് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിൻ്റെ പുറത്ത് ചെയ്യാണെന്നും കൃഷി പറയുന്നുണ്ട്. നീ എന്നെ കൂടുതൽ മര്യാദ പഠിപ്പിക്കേണ്ട കൃഷി, മര്യാദയ്ക്ക് മാറി നിൽക്കുകയായിരിക്കും നല്ലത്, ഇവളെ കൊണ്ടുപോയേ പറ്റുള്ളൂ. അപ്പോഴത്തേനും കൺമണി പറയുന്നുണ്ട്, ആരും തടുക്കണ്ട, ഞാൻ ഇവരുടെ കൂടെ പൊയ്ക്കോളാം. സർ സാർ, സാറിന് അറിയാലോ എൻ്റെ സ്നേഹവും, സാറിനുള്ള എന്നോടുള്ള സ്നേഹവും, മറ്റാരെയും ബോധിപ്പിക്കേണ്ട, നമുക്ക് സത്യസന്ധമായിട്ടെല്ലാം അറിയാം. പിന്നെ അമ്മായിമാരോടും ഗോകുലിനോടും അച്ഛനോടൊക്കെ നിങ്ങൾ സമാധാനപ്പെട്ടിരുന്നോളൂ, ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഞാൻ തിരിച്ചു വരും. പിന്നെ അതുപോലെ കൃപയോട് പറയുന്നുണ്ട്, നീ എനിക്കൊരു ട്രീറ്റ് തന്നു, ഒരുപാട് സന്തോഷമുണ്ട് മോളെ എന്ന് പറയുന്നു. അതിനുശേഷം കൺമണിയെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ വരുൺ പറയുന്നുണ്ട്, ഹാപ്പി ജേണിങ് കൺമണി എന്ന് പറയുമ്പോഴത്തേനും കൺമണിക്ക് ദേഷ്യം വരുന്നു. അതിനുശേഷം തന്നെ അച്ഛനൊരു നെഞ്ചുവേദന വരുന്നുണ്ട്. അതിനുകൊണ്ട് കൃഷി പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കേണ്ട, അച്ഛൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, അച്ഛനെയും കൺമണിയെയും ഞാൻ പൊന്നുപോലെ നോക്കുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട്, ഓ ഇതുപോലെ ഒരു നാണക്കേട് വരാൻ ഇനിയില്ല, ഇനി എല്ലാവർക്കും ആത്മഹത്യ ചെയ്യാൻ നിവർത്തിയുള്ളൂ, എന്തൊരു ചീത്തപ്പേരാ അവൾ വരുത്തിയത്. അപ്പോഴത്തേനും കൃപ തിരിച്ച് പറയുന്നുണ്ട്, ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്, അവളെ കൂട്ടിക്കൊണ്ടുപോയതുകൊണ്ടല്ലേ, മോൾ വിഷമിക്കേണ്ട, അതുകൊണ്ടൊന്നല്ല, എൻ്റെ മോൾക്ക് ഇത് വരാനുള്ളതാ, അതുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക കേട്ടോ അച്ഛൻ. കൃഷ്ണന് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി, എവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് എന്നുള്ളത്, മാനസയിൽ നിന്ന് തന്നെയാണെന്നുള്ളത്. പിന്നീട് ജയമോഹനെയും നമ്മളുടെ ആൻറ്റിയമ്മയും സുജുവിനും സാഗറിനെയും ഹേമയൊക്കെ കാണിക്കുന്നുണ്ട് മാനസയൊക്കെ. അതിനുശേഷം തന്നെ ജയമോഹൻ ആ കത്തി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തൻ്റെ മോൾക്ക് ഇത്രയും വലിയ ചതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, താൻ അറിഞ്ഞിട്ടില്ല, ഇവരാരും അറിയിച്ചിട്ടില്ല, ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. കൃഷ് അവന് കൺമണിയാ ഇഷ്ടമെങ്കിൽ അങ്ങ് നടത്തി കൊടുത്തേന്നില്ലേ, എൻ്റെ മോളെ പിടിച്ചു വെച്ചിരിക്കുന്ന എന്തിനാ, ഉത്തരത്തിൽ കിട്ടുകയും വേണം, കക്ഷത്തിൽ പോകാൻ പാടില്ല, അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്തത്, ഒന്നും എന്നെ അറിയിച്ചില്ല, അത് തെറ്റല്ലേ നിങ്ങൾ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഹേമ നീയും ഇങ്ങനെ തന്നെ കൂട്ടി നിൽക്കുമായിരുന്നോ, ഞാൻ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു, പക്ഷേ ഇവർ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് നിർത്തുമായിരുന്നു. എന്താണ് മോളുടെ പേരും വെച്ച് പരീക്ഷണം, എന്തിനാ ഹേമ ഇതൊക്കെ നടത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ജയമോഹൻ, ഞാൻ പറയുന്നത് കേൾക്ക്, സാഗർ നീ ഒന്നും പറയാൻ നിൽക്കണ്ട, നീ ഒരു ചതിയനാണ്, എനിക്ക് ഉത്തരം തരേണ്ടത് കൃഷോ കൃപയോ കൺമണിയോ ഒന്നുമല്ല, നീയും അതുപോലെ സുജു മാത്രമാണ് എന്ന് പറയുന്നു. ഞങ്ങൾ എന്താണ് പറയേണ്ടത്? കൃപ അവൾ എന്നെ ഒരുപാട് സ്നേഹിച്ചു, അച്ഛന് തുല്യം മംഗളിന് തുല്യം എന്നൊക്കെ പറഞ്ഞ് അവൾ എന്നെ ചതിക്കുകയായിരുന്നില്ലേ, എല്ലാവരും എന്നെ ചതിക്കുമായിരുന്നില്ലേ, ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? അപ്പോഴത്തേനും ആരെയും ഞാൻ വെറുതെ വിടില്ല. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, എൻ്റെ മോളെ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ രണ്ടുപേരും കൃഷിൻ്റെ അച്ഛനും അമ്മയാണ്, ഞങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ, പക്ഷേ മോളെ വെറുതെ വിട്, ആരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, കണ്ടോ ഞാൻ എന്താ ചെയ്യാനായിട്ട് പോകുന്നതെന്ന്. അപ്പോഴത്തേനും മാനസിക്ക് അയ്യത്തടാന്നായിട്ടുണ്ട്, കാരണം ചെയ്തു കൃഷിൻ്റെ പേര് പറഞ്ഞതോടുകൂടി എല്ലാം കലങ്ങി മറിയുകയും ചെയ്തു. അപ്പോഴത്തേനും ആൻറ്റിയമ്മ വന്നിട്ട് മാനസിയോട് പറയുന്നുണ്ട്, നീ ഒറ്റൊരുത്തി കാരണം ഇങ്ങനെ സംഭവിച്ചത്, വരുണിൻ്റെ പേരിൽ എന്തിനാണ് കൃഷിൻ്റെ പേര് എടുത്തിട്ടത്, അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്, എനിക്കറിയില്ല ചേച്ചിയമ്മേ, ഞാൻ പറഞ്ഞത് കൃഷിൻ്റെ പേര് പറയരുതെന്നാണ്, പക്ഷേ അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയില്ല, ഇപ്പം എല്ലാം തുളം തോണ്ടിയില്ലടി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പെട്ടെന്ന് നടക്ക്, ഇവിടെ ആരും നിൽക്കണ്ട, ഇവർക്കുള്ള പ്രതികാരം ഞാൻ തീരാം, പിന്നെ കൃഷി വന്നിട്ട് പോയാൽ പോരെയെന്ന് സാഗർ ചോദിക്കുമ്പോൾ അവനുള്ളത് ഞാൻ കൊടുത്തോളാം, ഇപ്പോൾ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയമ്മയ്ക്കും സുജുവിനും സാഗറിനും ഒക്കെ ഹൃദയം പൊട്ടുന്ന വേദനയായി, എല്ലാ പ്രശ്നങ്ങളും ഉടലെടുത്ത് കഴിഞ്ഞു. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പ്രൊമോ വിശേഷമായിട്ട് നമുക്ക് വൈകിട്ട് കാണാം.